നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പെർഫോമൻസിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? എന്തായാലും നേട്ടം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ചിലയിടത്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതീക്ഷിച്ച പോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ട്. എന്നാൽ പോലും 3 സീറ്റുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതൊരു ചെറിയ കാര്യമില്ല. നിതാന്തമായുള്ള പരിശ്രമങ്ങളുടെ ഒരു റിസൾട്ട് തന്നെയാണ് 3 സീറ്റ്. കേരളത്തിൽ ഈ 2 മുന്നണി രാഷ്ട്രീയം ഇങ്ങനെ കൊടികുത്തി വാഴുന്ന ഒരു സാഹചര്യത്തിലും 3 സീറ്റുകൾ നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകിച്ച് പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത് പിണറായി വിജയനോടുള്ള എതിർപ്പ് കാരണമാണ്. കാരണം ജനങ്ങൾ ഒരിക്കലും പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ UDF ഇത്രയും വലിയൊരു വിജയം നേടിയത്. കാരണം സ്വാഭാവികമായിട്ട് ഒരു ഭരണമാറ്റം എന്നുള്ള നിലയിൽ ഇപ്പോൾ ബി.ജെ.പിക്ക് ഭരണത്തിലെത്താൻ സാഹചര്യം ഇല്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ ബി.ജെ.പിക്ക് വ്യക്തമായിട്ട് മുന്നേറാൻ സാധിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. 3 സീറ്റും നേടാൻ കഴിഞ്ഞു. ഈ ഒരു തരംഗത്തിനിടയിലും ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബി.ജെ.പിയുടെ പെർഫോമൻസ് ഒട്ടും മോശമല്ല. പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും 3 സീറ്റുകൾ നേടി നിയമസഭയിൽ പ്രാതിനിധ്യം സ്വന്തമാക്കി എന്നുള്ളതാണ്. കാരണം ബി.ജെ.പി ഇപ്പം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് എങ്ങനെയെങ്കിലും നിയമസഭയിൽ പരമാവധി പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം എന്നാലേ കാര്യമുള്ളൂ, അല്ലാതെ വോട്ട് ഉയർത്തി ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ഉയർത്തിയത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് മാത്രം ഒന്നും നടക്കാൻ പോകുന്നില്ല. നിയമസഭയിൽ പ്രാതിനിധ്യം വേണം. നിയമസഭയിൽ ഒരു ബ്ലോക്കായിട്ട് ഇരുന്ന് 3 പേർ ബി.ജെ.പിക്ക് വേണ്ടി ശബ്ദിക്കാനുണ്ട് എന്നുള്ളതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ്.